നീ എന്താ വിലാസിനി പറയുന്നത്? എല്ലാം തികഞ്ഞ നല്ല മിടുക്കന്മാരായ ചെക്കന്മാർക്ക് വരെ ഇവിടെ പെണ്ണിനെ കിട്ടുന്നില്ല. അപ്പോഴാ വിനുവിൻ്റെ കാര്യം. ഇതിപ്പോൾ പെണ്ണിന് കൂടി കുഴപ്പമുള്ളത് കൊണ്ട് അവർ മറുത്തൊന്നും പറഞ്ഞില്ല. നീ നാളെ തന്നെ അവനോട് പോയി പെണ്ണ് കാണാൻ പറ. ഇനി അമാന്തിച്ച് നിന്നാൽ ആ പെണ്ണിനെയും വേറെ ആമ്പിള്ളേർ കൊണ്ടുപോകും. പിന്നെ നിന്റെ മകൻ ഇവിടെ ഒരേ നിൽപ്പ് നിൽക്കേണ്ടി വരും. ഈ വരുന്ന ചിങ്ങത്തിൽ അവന് 32 തികയാണ്, മറക്കണ്ട. കയ്യിലിരുന്ന വെറ്റില ചുരുട്ടി കൂട്ടി വായുടെ ഒരറ്റത്തേക്ക് തിരികി താളത്തിൽ ചവച്ചുകൊണ്ട് അയാൾ അവരെ നോക്കി പറഞ്ഞു. ഞാൻ അവനോട് പറയാം കൃഷ്ണേട്ടാ, കണ്ണിൻ്റെ ദൃഷ്ടിക്ക് പ്രശ്നമുണ്ടെന്നല്ലാതെ വേറൊരു കുഴപ്പവും എൻ്റെ മോനില്ല. അവന് താല്പര്യമില്ലാത്ത ഒരു ബന്ധത്തിനും ഞാൻ നിർബന്ധിക്കില്ല. എൻ്റെ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല, അവർ നിസ്സഹായിയായി പറഞ്ഞു. എൻ്റെ വിലാസിനി, നിനക്ക് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ മനസ്സ് അറിയാഞ്ഞിട്ടാണ്. തൻ്റെ ഭാവി വരനെക്കുറിച്ച് എന്തെല്ലാം ഡിമാൻഡുകളാണെന്നറിയോ അവർക്ക്? നീ ഈ പറഞ്ഞ കുറവ് അവരുടെ കണ്ണിൽ വലിയ കുറവ് തന്നെയാണ്. തല മറന്നെണ്ണ തേക്കരുതെന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ചെറുക്കന് കുറവുകളുണ്ട്. അപ്പോൾ അതേ കുറവുകളുള്ള ഒരു പെൺകുട്ടിയെ തന്നെ ആലോചിക്കുന്നതല്ലേ നല്ലത്? നീയും അവനും ഒന്നിരുന്ന് ചിന്തിക്കുക. ഇതുപോലെ ചേർച്ചയുള്ള ഒരു ബന്ധം ഇനി കിട്ടിയെന്ന് വരില്ല, പറഞ്ഞേക്കാൻ ഞാൻ. ഇറങ്ങുക. അതും പറഞ്ഞ് ഉമ്മറക്കോലായിൽ തൂക്കിയിട്ടിരുന്ന തൻ്റെ കറുത്ത കാലൻ കൂടെ നിവർത്തി അയാൾ നടന്നു. കുറച്ചു സമയം ഏതോ ലോകത്തെന്ന പോലെ എന്തൊക്കെയോ ചിന്തിച്ചു നിന്ന് പെട്ടെന്ന് ബോധം വന്നതുപോലെ അവർ അകത്തേക്ക് നടന്നു. അന്നേരം അത്രയും അവർ സംസാരിച്ചതെല്ലാം കേട്ടുകൊണ്ട് വിനു അവിടെ നിന്നിരുന്നു എന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. കൃഷ്ണമാമൻ പറഞ്ഞതൊന്നും മോൻ കാര്യമാക്കണ്ട. കുറവുകളുള്ള പെൺകുട്ടികളെ മാത്രം തേടിപ്പോകാൻ ആർക്കും വേണ്ടാത്തവനല്ലോ നീ. നിന്റെ മനസ്സ് കണ്ട് നിന്നെ സ്നേഹിക്കാൻ എവിടെയെങ്കിലും നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടാകും, അതെനിക്കുറപ്പാണ്. പക്ഷേ അപ്പോഴും അമ്മയ്ക്കൊരാശങ്കയുള്ളൂ. ഒരു നിമിഷം നിർത്തി സാരിത്തലപ്പാൽ തൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ തുടർന്നു. നനച്ചിരിക്കാത്ത ഒരു നേരത്താണ് നിന്റെ അച്ഛൻ നമ്മളെ വിട്ടുപോയത്. അന്ന് നിനക്ക് 6 വയസ്സായിരുന്നു. അച്ഛൻ പോയപ്പോഴും ഞാനുണ്ടല്ലോ നിനക്ക് എന്നൊരു ധൈര്യമായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് പ്രായമായി, അസുഖങ്ങൾ വേറെയും. പെട്ടെന്നൊരു ദിവസം എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിനക്ക് പിന്നെ ആരാണ്? വലിയൊരു നടുക്കമാണ് അമ്മയുടെ വാക്കുകൾ അവനിൽ സൃഷ്ടിച്ചത്. അതെ, അമ്മ കൂടി ഇല്ലാതെ ആയാൽ താൻ ഈ ലോകത്തിൽ പൂർണ്ണമായും അനാഥനാകും. അവൻ്റെ നെഞ്ചിൽ തീ ആളുന്നത് പോലെ തോന്നി. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മയ്ക്ക് എന്ത് സംഭവിക്കാനാണ്? കുറവുകളുടെ പേരിൽ ഞാൻ കേൾക്കുന്നത് പോലെ തന്നെ കേൾക്കേണ്ടി വന്ന ഒരാളായിരിക്കില്ലേ ഈ കുട്ടിയും? ഞാൻ ഈ ആലോചന നിരസിച്ചാൽ അത് ആ കുട്ടിയുടെ കുറവ് കൊണ്ടാണെന്നല്ലേ അവൾ കരുതൂ. ഏതായാലും നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകാം. അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തി ആ വലിയ ചില്ലലമാരയുടെ മുന്നിൽ നിന്ന് സ്വയം തൻ്റെ രൂപത്തെ ഒന്ന് നോക്കി. ചൊക്രക്കണ്ണൻ, കോങ്കണ്ണൻ എന്നീ വിളികളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നിനക്ക് സുപരിചിതമാണ്. താൻ സുന്ദരനാണെന്ന് പറയാറുള്ള ഏക വ്യക്തി അമ്മ മാത്രമാണ്. വലുതായപ്പോൾ പോലും കൂട്ടുകാരുടെ കളിയാക്കലുകളിൽ നിന്നും മുക്തി നേടിയിരുന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വം സൗഹൃദ വലയങ്ങളിൽ നിന്നും മാറി നിന്നു. ഇഷ്ടം തോന്നിയ പെൺകുട്ടിയോട് അത് തുറന്നു പറയാൻ ഭയന്നിരുന്നതും തൻ്റെ കുറവിനെ നോക്കി അവൾ പരിഹസിച്ചാലോ എന്ന് ഭയന്നിട്ടായിരുന്നു. കൃഷ്ണമാമൻ പറഞ്ഞത് ശരിയാണ്. എൻ്റെ കുറവുകളെ ഞാൻ അംഗീകരിച്ചേ മതിയാകൂ. എന്നെപ്പോലെ കുറവുകളുള്ള ഒരു പെൺകുട്ടി തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ മറ്റാരെക്കാളും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. അവൻ തൻ്റെ കട്ടിലിൽ വന്നു കിടന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ വിനുവും അമ്മയും പിന്നെ അകന്ന ബന്ധത്തിലുള്ള അനിയനായ അനൂപും കൂടി ചേർന്നാണ് പെണ്ണു കാണാൻ പോയത്. ആദ്യമായാണ് ഒരു പെണ്ണ് കാണൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. മാത്രമല്ല, ചെന്നിരുന്നപ്പോൾ മുതൽ എല്ലാവരും മാറി മാറി തന്നെയാണ് നോക്കുന്നതെന്ന യാഥാർത്ഥ്യവും അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച ചായക്കപ്പ് കണ്ടപ്പോഴാണ് അവൻ തല നിവർത്തിയത്. ഇതാണ് ചെക്കൻ, ആരോ പരിചയപ്പെടുത്തി. അവൾ നിറഞ്ഞ പുഞ്ചിരി അവന് നേരെ സമ്മാനിച്ചു. പെണ്ണിനെ ശരിക്കും നോക്കിക്കോ വിനുവേട്ടാ, ഇനി കണ്ടില്ലെന്ന് പറയരുത്. അടുത്തിരുന്ന അനൂപ് പിറുപിറുത്തപ്പോഴാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയത്. തന്നെപ്പോലെയല്ല, ഒരു നേരിയ പ്രശ്നം മാത്രമേ അവളുടെ നോട്ടത്തിലുള്ളൂ എന്നത് അവനെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി. ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാകുമോ? അവൻ്റെ മനസ്സ് ആ ചോദ്യം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഇനി അവർക്ക് പരസ്പരം എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആയിക്കോട്ടെ. മുതിർന്നവരിൽ ആരോ അത് പറഞ്ഞതും അവൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. എന്താണ് സംസാരിക്കേണ്ടത്? ഒരു 100 ചോദ്യങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നെങ്കിലും തങ്ങൾ തനിച്ചായ നിമിഷത്തിൽ എല്ലാം മറവി വിഴുങ്ങിയെന്ന് അവന് മനസ്സിലായി. എന്താ പേര്? വിയർത്തുകൊണ്ട് അവൻ ചോദിച്ചു. കീർത്തന. അവൾ പേര് പറഞ്ഞതും ഒരു നിമിഷം അവൻ അന്തം വിട്ടുനിന്നു. മനസ്സിൽ ആദ്യമായി ഇഷ്ടം തോന്നിയ ആ പെൺകുട്ടിയുടെ പേരും കീർത്തന എന്നായിരുന്നു.
എന്താ ആലോചിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. ഏതോ ലോകത്തിലെന്ന പോലെ അവൻ തിരികെ വന്നു. കുട്ടിക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടുകാരോട് അത് തുറന്നു പറയാം കേട്ടോ. എന്നേക്കാൾ നല്ല ഒരാളെ തീർച്ചയായും കുട്ടിക്ക് കിട്ടാതിരിക്കില്ല. നല്ലൊരാളെ എന്നതുകൊണ്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് മുഖസൗന്ദര്യം മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ കുറവുകളില്ലായിരുന്നുവെങ്കിൽ ചേട്ടൻ ഇവിടെ എന്നെയും തേടി വരില്ലല്ലോ. എന്നേക്കാൾ നല്ല പെൺപിള്ളേർ ഈ ലോകത്ത് എത്രയുണ്ട്? അയ്യേ, ഞാൻ അങ്ങനെയല്ല. എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും ശരി, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യക്കുറവൊന്നുമില്ല. ഇനി ചേട്ടന് താല്പര്യമില്ലെങ്കിൽ അത് അവരോട് പറഞ്ഞോളൂ. അത് കേട്ടതും അവന് വല്ലാത്ത സന്തോഷം തോന്നി. ആദ്യമായാണ് ഒരു പെൺകുട്ടി തന്നെ അംഗീകരിക്കുന്നത്. അപ്പോൾ തനിക്ക് ശരിക്കും എന്നെ ഇഷ്ടമായോ? വിശ്വസിക്കാനാവാതെ അവൻ വീണ്ടും ചോദിച്ചു. എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ സ്വയം വില കുറച്ച് കാണുന്നത്? ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ചേട്ടൻ എന്താ കുഴപ്പം? കണ്ണിന് ചെറിയ പ്രശ്നമുള്ളതോ? അങ്ങനെയെങ്കിൽ എനിക്കും അതുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ തെറ്റുകൊണ്ടാണോ സംഭവിക്കുന്നത്? എല്ലാം ഉണ്ടായിട്ടും നല്ലൊരു മനസ്സിലെങ്കിൽ പിന്നെ എന്ത് കാര്യം? മറ്റുള്ളവരുടെ കണ്ണിലല്ലേ നമുക്ക് പോരായ്മകളുള്ളൂ. നമ്മുടെ കണ്ണിൽ നമ്മൾ സൂപ്പറല്ലേ? അത് പറഞ്ഞുകൊണ്ട് അവൾ കണ്ണിറുക്കിയപ്പോൾ അവനും പുഞ്ചിരിച്ചുപോയി. ജീവിതത്തിൽ ആദ്യമായി അവന് ആത്മവിശ്വാസം തോന്നിയ നിമിഷമായിരുന്നു അത്. മനസ്സുകൊണ്ട് അവൻ കൃഷ്ണൻ മാമനോട് നന്ദി പറഞ്ഞു. അങ്ങനെ ആ വിവാഹം എല്ലാവരും അംഗീകരിച്ചു. ചുരുങ്ങിയ നാളുകൾക്കിടയിൽ തന്നെ അവർക്കിടയിൽ പ്രണയം നാമ്പിട്ടു. പരസ്പരം നല്ലതുപോലെ മനസ്സിലാക്കാൻ ഈ ചുരുങ്ങിയ കാലയളവ് തന്നെ അവർക്ക് മതിയായിരുന്നു. വളരെ ലളിതമായാണ് വിവാഹം നടന്നത്. അതുതന്നെയാണ് രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നതും. കല്യാണം കഴിഞ്ഞ് 3 മാസം ആയതേ ഉള്ളൂ, അപ്പോഴേക്കും വിശേഷമായില്ലേ എന്നുള്ള ചോദ്യം കേട്ടു തുടങ്ങി കേട്ടോ. ഒരിക്കൽ അവന് ചാരി കിടക്കവേ നാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതിനുത്തരമായി അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. സത്യത്തിൽ എനിക്കും കൊതിയുണ്ട് ഒരു കുഞ്ഞിനെ താലോലിക്കാൻ. നമുക്ക് വൈകിപ്പിക്കേണ്ട ചേട്ടാ. ദൈവം തരുന്നതിനെ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ആ സൗഭാഗ്യം വീണ്ടും കിട്ടിയെന്ന് വരില്ല. അവൻ്റെ മറുപടി ഒന്നുമില്ലാതെ ആയപ്പോൾ അവൾ മെല്ലെ തല ഉയർത്തി തൻ്റെ ഭർത്താവിനെ നോക്കി. എന്താ ചേട്ടാ, ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ചേട്ടന് ഒരു താല്പര്യമില്ലാത്തതുപോലെ. നമ്മുടെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ താലോലിക്കാൻ ചേട്ടനും കൊതി തോന്നുന്നില്ലേ? അത്ര നേരം മൗനമായി കിടന്ന അവൻ അവളെ ഒന്ന് നോക്കി അവളുടെ മുടിയിഴകളിൽ മെല്ലെ തലോടിക്കൊണ്ട് നെറുകയിൽ ചുംബിച്ചു. ശേഷം പിന്നെയും അവളെ ഒന്ന് നോക്കി. ആശങ്ക കലർന്ന ഒരു നോട്ടം. എന്താണെന്നുള്ള മട്ടിൽ അവൾ അവനെയും നോക്കിക്കൊണ്ടിരുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ, എനിക്കും കൊതിയുണ്ട് നമ്മുടെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ. പക്ഷേ എന്താ ചേട്ടാ? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. നമുക്ക് രണ്ടാൾക്കും കുറവുകളുണ്ട്. കുഞ്ഞുനാൾ മുതലേ മറ്റുള്ളവരുടെ പരിഹാസം കേട്ട് വളർന്നവരാണ് നമ്മൾ. ഇനിയെങ്ങാൻ നമ്മുടെ കുഞ്ഞിന് ഇതേ അവസ്ഥയാണെങ്കിൽ ഈ ലോകം ആ കുഞ്ഞിനെയും പരിഹസിക്കില്ലേ? നമ്മൾ അനുഭവിച്ച വേദന നമ്മുടെ കുഞ്ഞും അനുഭവിക്കുന്നത് എങ്ങനെയാണ് കണ്ടു നിൽക്കാനാവുക? കുഞ്ഞില്ലെങ്കിൽ ആ ഒരൊറ്റ വിഷമത്തിൽ ഒതുങ്ങി. എന്നാൽ ഒരുപക്ഷെ ഇതൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതാകും. ആകാമെന്നല്ല, ഇതൊക്കെ ചേട്ടൻ ചിന്തിച്ചു കൂട്ടുന്നത് തന്നെയാണ്. ഇതൊക്കെ പാരമ്പര്യമാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഈ ലോകം എല്ലാം തികഞ്ഞവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അവർക്ക് മാത്രമേ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാനാകൂ എന്ന് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? നമുക്ക് ആരെയും മാറ്റാൻ കഴിയില്ല. നമ്മുടെ ഈ ഉൾവലിയലാണ് മാറ്റേണ്ടത്. നമുക്കൊരു കുറവില്ലെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മറ്റുള്ളവരും അത് അംഗീകരിച്ചു കൊള്ളും. എന്തും നേരിടാനും ഉൾക്കൊള്ളാനും പ്രാപ്തരാക്കി കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ഭയന്ന് കുഞ്ഞിന് ജന്മം നൽകാൻ മടി കാണിക്കുമ്പോഴല്ല. സ്വല്പം ദേഷ്യം കലർന്ന സ്വരത്തോടെയാണ് അവളത് പറഞ്ഞതെങ്കിലും അവനെന്തോ ഒരാശ്വാസം തോന്നി. അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചുംബനം. അതിലവളുടെ സകല ദേഷ്യവും അലിഞ്ഞില്ലാതെയായി. വർഷങ്ങൾ പിന്നിട്ടു. ഇന്നിരുവരും 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. ആരോഗ്യവാന്മാരായ 3 കുഞ്ഞുങ്ങൾക്ക്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.